ശ്രീനിവാസന്റെ മരണത്തിന് പലർക്കും എത്താൻ സാധിക്കാത്തതിന്റെ വിഷമം പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് എത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പലരും ഷൂട്ടിംഗ് തിരക്കുകളിലും മറ്റു തിരക്കുകളിലുമായിരുന്നു. രാഷ്ട്രീയക്കാരുടെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അടക്കത്തിന് പങ്കെടുക്കാൻ പറ്റാത്തവർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നവർ തന്നെ പോസ്റ്റുകളും ചിത്രങ്ങളും പങ്കുവെക്കുന്നുമുണ്ട്. ശ്രീനിവാസന്റെ മക്കളെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നത്. ശരിക്കും ഞങ്ങൾക്കാർക്കും എത്താൻ സാധിക്കാത്തത് സത്യപ്രതിജ്ഞ ചടങ്ങുള്ളത് കൊണ്ട് തന്നെയാണ്. തലേദിവസം ടൗൺ ഹാളിലുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ തിരക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എത്താൻ സാധിക്കാത്തതെന്ന് പലരും പറഞ്ഞെത്തുകയാണ്. അതോടൊപ്പം തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീനിവാസന്റെ ഓർമ്മയിലാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നിൽക്കുന്നത്. പല മാധ്യമങ്ങളും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. പല TV ചാനലുകളും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഞായറാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങളിൽ എടുത്തു പറയേണ്ടത് ശ്രീനിവാസൻ്റെ സിനിമകൾ തന്നെയായിരുന്നു എല്ലായിടത്തും ടെലികാസ്റ്റ് ചെയ്തത് എന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞിരുന്ന സിനിമകളെല്ലാം മാറ്റി പകരം ശ്രീനിവാസൻ്റെ സിനിമകൾ വയ്ക്കുന്നുവെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി അനുസ്മരണം അർപ്പിക്കുമെന്ന് ഉറപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് 2 ദിവസവും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയാണ്. അദ്ദേഹം എഴുതിയ സിനിമകൾ, അദ്ദേഹം അഭിനയിച്ച സിനിമകൾ, മികച്ച സിനിമകൾ, അങ്ങനെ തുടങ്ങി പല കാറ്റഗറിയിലായിട്ടുള്ള സിനിമകളായിരുന്നു പലരും പങ്കുവച്ചിരുന്നത്. രാഷ്ട്രീയ നേതാക്കൾ പോലും അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രീനിവാസൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു. അസുഖബാധിതനായി അദ്ദേഹം കഴിയുകയായിരുന്നുവെങ്കിലും മരണകാരണം എന്താണെന്ന് എല്ലാവരും ആദ്യം ചോദിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന വഴിയിൽ അസ്വസ്ഥമായി പ്രകടിപ്പിക്കുകയും ഉടനെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു സാധാരണ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ജീവിതം തന്നെയാണ്. സാധാരണ മനുഷ്യനായി ജീവിച്ച് സാധാരണ മനുഷ്യനായി ജനിച്ച് ഇപ്പോഴിതാ സാധാരണ മനുഷ്യനായി മരിക്കുന്നു. അതിന് ഒരു ഭാഗ്യം വേണ്ടേ? ഒരു പ്രത്യേക രീതിയിലെ ഭാഗ്യം തന്നെയാണ് അതിന് വേണ്ടത്. എല്ലാവരും ഏറ്റെടുക്കുന്നതും അതേ കാര്യം തന്നെയാണ്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ആരാധകരുടെ പ്രീതി തന്നെയാണ് ഇതിലൂടെ പിടിച്ചു പറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് എന്ന് തന്നെ പറയുന്നു. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണെന്നും കൃത്യമായി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ വാർത്തയായി മാറുന്നു. ശ്രീനിവാസനോടുള്ള ഇഷ്ടം ഇത്തരത്തിൽ പോസ്റ്റിലൂടെയും പബ്ലിക്കലി ഇപ്പോൾ എല്ലാവരും അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെപ്പറ്റി പറയുന്നതൊന്നും ഇഷ്ടമല്ല. സോഷ്യൽ മീഡിയയിലൊന്നും അദ്ദേഹത്തിനെക്കുറിച്ച് എഴുതുന്നത് ഇഷ്ടമല്ല. അദ്ദേഹത്തിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ അദ്ദേഹം തമാശ രൂപേണ അതൊന്നും സത്യമല്ല എന്ന് തന്നെ പറയുകയും ചെയ്യും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ തന്നെ തമാശ പറയാനായിട്ട് വളരെയധികം രസത്തോടെ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. പ്രേക്ഷകരും അത് എടുത്തു പറയാറുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.